ഇന്ന് ഞങ്ങൾ കുട്ടികൾക്കായിട്ട് ഒരു മ്യൂസിയത്തിലേക്ക് പോവാണ്. എത്നോളജിക്കൽ മ്യൂസിയം എന്നറിയപ്പെടുന്ന ഹുംബോൾട്ട് ഫോർത്തിൻ്റെ അകത്തുള്ള ഒരു മ്യൂസിയമാണ്. മ്യൂസിയം ഇൻസെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഊബാൻ സ്റ്റോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് ട്രെയിൻ സ്റ്റോപ്പിൽ നിന്ന് വളരെ അടുത്താണ് കേട്ടോ അത്. അപ്പോൾ എത്നോളജിക്കൽ എന്ന് പറഞ്ഞാൽ എത്നോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയും കൾച്ചേഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മ്യൂസിയമാണ്. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് മ്യൂസിയമാണ്. കുട്ടികൾക്ക് കുറേ എൻജോയ് ചെയ്യാനുണ്ട് കേട്ടോ. ഞങ്ങളിന്ന് ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു ജാപ്പനീസ് ഫാമിലി ഉണ്ട് ഇവിടെ ബെർലിനിൽ. അപ്പോൾ അവരുടെ കൂടെ പോകണേ. അവർക്ക് 2 കുട്ടികളുണ്ട്, 2 പേരും കൂടി ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ, മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് പറ്റിയ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഇരുന്ന് കളിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമയം കുറേ പോവും, കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്. ജർമ്മനിയിൽ പൊതുവെ മ്യൂസിയത്തിൽ എൻറ്റർ ചെയ്യണമെങ്കിൽ അവിടെ എൻട്രി ഫീ ഉണ്ടാവും. പക്ഷേ ഈ മ്യൂസിയങ്ങളിൽ എൻട്രി ഫീ ഇല്ല, അതൊക്കെ സ്റ്റേറ്റ് ഓൺഡ് മ്യൂസിയമാണ്. ഈ മ്യൂസിയത്തിൽ പല നാടുകളിൽ നിന്നും കളക്ട് ചെയ്ത കുറേ സാധനങ്ങളുണ്ട്. കുറേ ആഫ്രിക്കൻ രാജ്യങ്ങളും പിന്നെ ഈ ഓസ്ട്രേലിയൻ ഐലൻഡ്സ് എന്നൊക്കെ അവരെടുത്ത കുറേ സാധനങ്ങളുണ്ട്. യൂറോപ്യൻസ് ഈ ഐലൻഡ്സിലെത്തിയപ്പം അവരെ ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റാച്യു ആണിത്. കണ്ണൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഇതിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ വിചിത്രമായ കുറേ സാധനങ്ങൾ കണ്ടു. അതിൽ കുറച്ച് ഇന്ത്യൻ സാധനങ്ങളും കണ്ടു. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഭവമാണ് ഇത്. നമ്മൾ മുകളിൽ നോക്കുമ്പോൾ ഒരു വലിയ ഷിപ്പ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന പോലെ തോന്നും. നമുക്ക് അവിടെ അടുത്ത് നിന്നിട്ട് കാണുകയൊക്കെ ചെയ്യാം. ഈ ഔട്ട്രിഗർ ബോട്ട് ഉൾപ്പെടെ പലതും ജർമ്മനിയുടെ കൊളോണിയൽ ഹിസ്റ്ററി വിളിച്ചോതുന്നതാണ്. അതിനെക്കുറിച്ചുള്ള അവർ വ്യക്തമായ ഡീറ്റെയിൽസ് ഈ മ്യൂസിയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവർ സ്വയം കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ. കുട്ടികൾക്കും പിന്നെ ഇവിടുത്തെ ഈ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ച് ചെറിയ ബോട്ടുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വെക്കാം. അത് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതിനെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും വേണമെങ്കിൽ അവിടെ നോക്കിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ പഴയ വീടുകളിലൊക്കെ ഇതുപോലെ രാമായണത്തിൻ്റെ പഴയ ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനത്തെ കുറേ ഡിസ്പ്ലേ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ താജ്മഹലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, മുഗളന്മാരുടെ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഇവിടെ പല കൾച്ചേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും നന്നായിട്ട് വിശന്നു. അപ്പോൾ ബെർലിനിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സൂഷി റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ പോയത്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത് ഇത് ബെർലിനിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സൂഷി റെസ്റ്റോറൻ്റ് ആണ്. ഇത് ഭയങ്കര തിരക്കായി ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും. പിന്നെ വൈകുന്നേരം 7 മണിയാകുമ്പോഴേക്കും സംഭവം ക്ലോസ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇതാണ് ജാപ്പനീസ് റൈസ് കൊണ്ട് ഉണ്ടാക്കുന്നൊരു കേക്ക്. മോച്ചി എന്നാണ് പറയുക.
ഇതിൻ്റെ ഉള്ളിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫില്ലിങ്സ് ഉണ്ടാവും. ചോക്ലേറ്റ് ഉണ്ടാവും, വാനില ഉണ്ടാവും. ഇത്തിരി സ്റ്റിക്കിയാണ്, പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു തിരക്കുള്ള ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം പതുപോലെ നടക്കാനിറങ്ങി. ബെർലിനിലൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട്, പാർക്കുകളുണ്ട്, ഇങ്ങനെ നമുക്ക് വൈകുന്നേരമൊക്കെ ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സമ്മറും സ്പ്രിങ്ങൊക്കെ ആകുമ്പം നിറയെ പൂക്കളും പിന്നെ ചെറിയ ചെറിയ ജീവികളൊക്കെ ഉണ്ടാവും.